ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. മമ്മൂട്ടിക്ക് വേണ്ടി നമ്മുടെ സാക്ഷാൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ശബരിമലയിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി ഉഷപൂജ നടത്തി എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് മോഹൻലാൽ അവിടെ പൂജ നടത്തിയത്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. അദ്ദേഹം ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ അദ്ദേഹം നമ്മുടെ മമ്മൂട്ടിക്ക്, മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മമ്മൂട്ടിക്ക് ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി അദ്ദേഹം ഒരു പൂജ ഇന്ന് ശബരിമലയിൽ നേരുകയും അതിനുവേണ്ടി അവിടെ ഇന്ന് വൈകുന്നേരം ഏതാനും നിമിഷം ശബരിമല സന്ദർശനത്തെത്തുകയും അവിടെ ചിലവഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുചിത്രയുടെ പേരിലും അദ്ദേഹം ഒരു വഴിപാട് നടത്തുകയുണ്ടായി. തീർച്ചയായിട്ടും മലയാളികൾ വളരെ കൊമ്പ് കോർത്ത് ഫാൻസ് അസോസിയേഷൻ എല്ലാം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ചീത്തപ്പറച്ചിലും എല്ലാം നടത്തിക്കൊണ്ട് വളരെ കോമാളിത്തരങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് അവരുടെ ഇടയിലുള്ള ഒരു കോംബോ, അവരുടെ ഇടയിലുള്ള ഒരു സ്നേഹം എന്തെന്നാണെന്ന് തീർച്ചയായിട്ടും ഇന്നോടെയെങ്കിലും മലയാളി സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. വളരെ സന്തോഷകരമായ ഒരു വാർത്ത. നമ്മൾ മതത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കുത്തും വെട്ടും എല്ലാം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഒരു ഹൈന്ദവ ജാതിക്കാരനായ നമ്മുടെ മോഹൻലാൽ, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ചെറിയ എന്തോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് വേദനിച്ച് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് അവിടെ പോവുകയും നമ്മുടെ മമ്മൂക്കുട്ടി എന്ന് പറയുന്ന മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തുകയും ചെയ്തത്. തീർച്ചയായിട്ടും ഇത് മലയാളികൾ കണ്ടുപിടിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിനിടയ്ക്ക് നമുക്ക് ആദ്യമായി ആ വാർത്തയിലേക്കൊന്ന് പോകാം. അപ്പോൾ മോഹൻലാൽ കെട്ട് നിറച്ച് പമ്പയിൽ നിന്ന് അദ്ദേഹം ശബരിമലയിലേക്ക് യാത്ര പുറപ്പെടുന്നതാണ് നിങ്ങൾ കണ്ടത്. ഏതായാലും മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ഒരു അസാധ്യമായ ഒരു സ്നേഹബന്ധം ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നത് തന്നെയാണ്. മോഹൻലാലിന് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് വിളിക്കുന്നത് മോഹൻലാൽ ഇച്ചാക്ക എന്ന് പറയുന്ന മമ്മൂട്ടി തന്നെയാണ്. അതുപോലെ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം മോഹൻലാൽ തുടങ്ങുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പുതിയ സിനിമ ഷൂട്ട് മോഹൻലാൽ തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹം മമ്മൂട്ടിയെ വിളിച്ച് അനുഗ്രഹം വാങ്ങും. അതുപോലെ തന്നെ മമ്മൂട്ടിയും തിരിച്ച് മോഹൻലാലിനോട്. തീർച്ചയായിട്ടും അവരുടെ തമ്മിലുള്ള ഒരു സ്നേഹബന്ധവും ഒരു കോംബോയും തീർച്ചയായിട്ടും എന്നും മലയാളി ചാനലുകളും അതുപോലെ തന്നെ മറ്റു പുറത്തുള്ളവരെല്ലാവരും തന്നെ ചർച്ചാ വിഷയമാക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ മനസ്സിന് ഈറനണിയിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. അതുപോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് മലയാളം ചാനലുകളെല്ലാം തന്നെ ഈ വാർത്ത വളരെ നല്ല ക്യാപ്ഷനോട് കൂടി തന്നെ ഇന്ന് എല്ലാവരും കൊടുത്തു. ഒരുപാട് ആൾക്കാർ ജാതീയത പറഞ്ഞുകൊണ്ടും വർഗീയത പറഞ്ഞുകൊണ്ടും നമ്മുടെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും എല്ലാം ഉണ്ടാക്കുന്ന ഈ കാലത്ത് ഇത്തരം വാർത്തകളുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നടൻ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് നടത്തി മോഹൻലാൽ. ഇന്ന് വൈകിട്ടാണ് മോഹൻലാൽ സന്നിധാനത്തെത്തിയത്. ഭാര്യ സുചിത്രയുടെ പേരിലും വഴിപാട് നടത്തി. CK അഭിലാൽ വിവരങ്ങളുമായുണ്ട്. അഭിലാൽ, നേരത്തെ പമ്പയിൽ നിന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ചാണ് മോഹൻലാൽ അയ്യനെ കാണാൻ യാത്ര പുറപ്പെട്ടത്. മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് പലപ്പോഴും നമുക്ക് പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നതുമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ അയ്യന് മുന്നിൽ പ്രിയ സുഹൃത്ത് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് മോഹൻലാൽ കാണുന്ന മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള ഈ വഴിപാട്, അല്ലേ? അതെ, ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നത്. ഈ വേളയിൽ ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് അദ്ദേഹം സന്നിധാനത്ത് എത്തിച്ചേർന്നത്. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് സന്നിധാനത്ത് അദ്ദേഹം തിരുനടയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുകയും പ്രസാദം വാങ്ങിക്കുകയും ചെയ്തത്. അതിനുശേഷം തന്നെ അദ്ദേഹം വഴിപാട് നടത്തിയ കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ പേരിലും അതോടൊപ്പം തന്നെ ഭാര്യ സുചിത്രയുടെ പേരിലും പ്രത്യേക വഴിപാടുകൾ നടത്തി. അത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു അമൂല്യമായ ഉദാഹരണമായി തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ആ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. മമ്മൂട്ടി
മമ്മൂട്ടിക്കായിട്ട് മോഹൻലാൽ ഉഷപൂജയാണ് ശബരിമലയിൽ നടത്തിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുചിത്രയ്ക്ക് വേണ്ടിയും ഇന്ന് വൈകുന്നേരത്തോടെ ശബരിമല വെച്ച് അദ്ദേഹം വഴിപാട് നടത്തുകയുണ്ടായി. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് അദ്ദേഹം ശബരിമല സന്നിധാനത്ത് ചിലവഴിച്ചത്. അതിന് പെട്ടതിന് ശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇത്തരം സ്നേഹങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ അയൽവാസികളോടും എല്ലാം തന്നെ നമ്മൾ കാണിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വെട്ടും കുത്തും ഒന്നും ഉണ്ടാക്കിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ സ്നേഹവും സൗഹൃദത്വവും കണ്ടുകൊണ്ട് ഫാൻസുകാരും അതുപോലെ തന്നെ എല്ലാവരും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നും അദ്ദേഹം സീരിയസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വ്യാപകമായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് ഔദ്യോഗികമായിട്ട് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അദ്ദേഹമോ പുറത്ത് വിടുന്നത് വരെ അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ചില അവകാശങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് സൂക്കേടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് വരെ എന്തിനാണ് ഇത്രയും ധൃതി പിടിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ മറുനാടൻ മലയാളി അടക്കമുള്ള ഒരുപാട് ചാനലുകൾ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുക്കുകയാണ് മമ്മൂട്ടിക്ക് ക്യാൻസറാണ്, ചെറുകുടൽ ക്യാൻസറാണ്, വൻകുടൽ ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ നേരിട്ട് അറിയിക്കുന്നതാണ്. അതിന് മുന്നേ അത് അറിയണം എന്നുള്ള ഒരു താല്പര്യം അത് സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നു കയറ്റമായിട്ടാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നത് വരെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ക്ഷമിക്കേണ്ടതാണ്. അങ്ങനത്തെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ മമ്മൂട്ടിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് പണ്ടത്തെക്കാട്ടും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹത്തിന് സിനിമയിലേക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു മാസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. റമദാൻ മാസം അദ്ദേഹം ഒരുപാട് സിനിമകളൊന്നും എടുക്കാറുള്ളതല്ല, അതുകൊണ്ടായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. എന്തെങ്കിലും സൂക്കേടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.